നമസ്തേ. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞതോടുകൂടി ഏറെ ചർച്ചകൾക്കാണ് ഇത് വഴിവച്ചിരിക്കുന്നത്. കേരളത്തിൽ നൂറ്റാണ്ടുകളായി ക്ഷേത്രങ്ങളിൽ ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നടന്നു വരുന്ന ആന എഴുന്നള്ളത്തിനെതിരെ മൃഗസ്നേഹികൾ എന്ന മുഖംമൂടി അണിഞ്ഞു വരുന്ന കപട മൃഗസ്നേഹികളുടെ ഒരു ദുരുദ്ദേശപരമായ ഇടപെടലുകൾ മൂലം കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളും തടസ്സപ്പെടാൻ പോകുകയാണ് എന്ന് തന്നെ പറയാം. ഇനിയും നമ്മൾ ശബ്ദിക്കാതെ ഇരുന്നാൽ ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായതും കേരള നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായതും പൈതൃകത്തിന്റെ ഭാഗമായതുമായ തൃശൂർ പൂരവും ആറാട്ടുപുഴ പൂരവും ഗുരുവായൂരപ്പന്റെ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ എന്നേക്കുമായി തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്കാകും. ആയതിനാൽ ഇനിയും നമ്മൾ പ്രതിഷേധിക്കാതെ നിശബ്ദരായിരുന്നാൽ നമുക്കിത് എന്നേക്കുമായി ഈ ക്ഷേത്ര ഉത്സവങ്ങളും ആചാരങ്ങളും നഷ്ടപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. രാത്രി 10 മണി കഴിഞ്ഞാൽ ആനയെ എഴുന്നള്ളിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ആറാട്ട് എങ്ങനെ നടക്കും, പള്ളിവേട്ട എങ്ങനെ നടക്കും എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന ആചാരങ്ങൾ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. മൃഗബലിയും വെടിക്കെട്ടും സ്റ്റേജ് പരിപാടികളും ഒക്കെ നിയന്ത്രിച്ച സമയത്ത് മിണ്ടാതിരുന്ന നമ്മൾ ശക്തരല്ല എന്ന് ബോധ്യപ്പെട്ട ഒരു വിഭാഗം അടുത്തതായി ആന എഴുന്നള്ളത്ത് തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇന്ന് ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആന എങ്കിൽ നാളെ ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന മറ്റു പലതിലേക്കും ഇവർ കടന്നു വരും. അത് നാം അനുവദിച്ചുകൂടാ. അതിനാൽ എല്ലാ ഭക്തജനങ്ങളും, ക്ഷേത്രവിശ്വാസികളും, ആനപ്രേമി സംഘടനകളും, ഉത്സവപ്രേമി സംഘടനകളും, ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേളക്കാരും മൈക്ക് സെറ്റുകാരും ഉൾപ്പെടെയുള്ള എല്ലാ ഭക്തജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പതിയെ പതിയെ അല്ല, വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളും അന്യം നിന്നു പോകും. അതിന് നാം അനുവദിച്ചുകൂടാ. പ്രതികരിക്കണം ഒരേ സ്വരത്തിൽ തന്നെ.